വ്യാഴാഴ്ച ഉച്ചയോടെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. മലബാറിലെ വിവിധ ജില്ലകളിൽ നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളത്തിനടിയിലായത്. മഴ ഇவ்விധം തുടർന്നാൽ ആയിരക്കണക്കിന് പേരെ ഇനിയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. പാലക്കാട് കോട്ടായി അയ്യങ്കുളം സ്വദേശി സുബ്രഹ്മണ്യൻ കനത്ത മഴയിൽ വീട് തകർന്നു വീണ് മരിച്ചു. ഇരിട്ടി കീഴ്പള്ളിയിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന ചോറോത്ത് സുഹൈബിന്റെ മകൾ ദിയയാണ് വെള്ളക്കെട്ടിൽ വീണത്. വയനാട് പാൽച്ചുരം റോഡിൽ പാറകൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി. ഇരിട്ടി പൊന്നംവയൽ ആലക്കോട് മേഖലകളിൽ ഉരുൾപൊട്ടി വ്യാപക കൃഷിനാശമുണ്ടായി. കടലാക്രമണത്തെ തുടർന്ന് മലപ്പുറം പൊന്നാനിയിൽ 24 താനൂരിൽ 14 വീടുകൾ ഒഴിപ്പിച്ചു. ജില്ലയിൽ 38 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. എടക്കര കാളികാവ് നിലമ്പൂർ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. വയനാട് ബത്തേരി ചീരാൽ വില്ലേജിലെ വെള്ളച്ചാൽ കോളനിയിൽ 10 കുടുംബങ്ങളെ അടുത്ത വീടുകളിലേക്കും നൂൽപ്പുഴ പഞ്ചായത്തിലെ കാക്കത്തോട് കോളനിയിലെ 20 കുടുംബങ്ങളെ കല്ലുമുക്ക് GLP സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി നൽകി. കാസർഗോഡ് ചെറുവത്തൂർ മയ്യിച്ചയിൽ മലയിടിഞ്ഞ് വീണ് ദേശീയപാതയിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രാവിലെ തീവണ്ടികൾ വൈകിയാണ് ഓടിയത്. നീലേശ്വരം ഭീമനടി റോഡിൽ കുന്നിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കുറ്റിക്കോൽ, ബല്ല, കൊടക്കാട് എന്നിവിടങ്ങളിലായി 5 വീടുകൾ തകർന്നു. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി നൽകി. കോഴിക്കോട്, വടകര ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇർഷാദ് പടന്ന, മീഡിയ 1 കാസർഗോഡ്.